ഗവർണർ സർക്കാർ പോര് അത് അതീവ ഗുരുതരമാകുന്നു, വളരെ വഷളാകുന്നു എന്നതാണ് ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് കാണുന്ന ആർക്കും മനസ്സിലാകുന്നത്. കാരണം ഇന്ന് വേദിയിൽ മുഖ്യമന്ത്രിയും ഗവർണറും നേർക്കുനേർ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും ഇരുവരുടെയും ശരീരഭാഷ, എന്തായിരിക്കും പ്രതികരണം? കാരണം സർക്കാർ ഗവർണർ പോര് രൂക്ഷമാണ്. അത് തെരുവിൽ മാത്രമല്ല കോടതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഈ ഗവർണറെ തിരുത്തിക്കണമെന്ന് രാഷ്ട്രപതിക്ക് കത്തയച്ച സർക്കാരാണ്. അപ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും അങ്ങനെ ഈ സത്യപ്രതിജ്ഞാ വേദിയിൽ നേർക്കുനേർ എത്തുമ്പോൾ എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്നത് എല്ലാ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയതാണ്. പക്ഷേ ഇരുവരും കണ്ട ഭാവം നടിച്ചില്ല, ഒരക്ഷരം പോലും മിണ്ടിയില്ല എന്നത് മാത്രമല്ല, തൊട്ടടുത്തടുത്ത കസേരയിൽ ഇരുന്നിട്ട് പോലും മുഖത്തോടൊന്ന് നോക്കുകയോ പരസ്പരം കണ്ടഭാവം നടിക്കുകയോ ഒന്നും ചെയ്തില്ല എന്നതാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്ന 7 മിനിറ്റ് നേരവും. ആദ്യം മുഖ്യമന്ത്രിയാണ് ഈ സത്യപ്രതിജ്ഞ ഹാളിലേക്ക് എത്തിയത്. അതിനുശേഷം ഗവർണർ വേദിയിലേക്ക് എത്തി, പിന്നാലെ മുഖ്യമന്ത്രിയും വേദിയിലേക്ക് കയറി. 7 മിനിറ്റ് കൊണ്ട് സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയായി. ഈ സമയം പുതിയ മന്ത്രിമാർക്ക് രണ്ടുപേരും ബൊക്കകൾ നൽകി. അടുത്തടുത്തിരുന്നിട്ടും ഒന്ന് മുഖത്തേക്ക് പോലും നോക്കിയില്ല. അത്രത്തോളം രൂക്ഷമാണ് സർക്കാർ ഗവർണർ പോര്. ഇരുവരും തമ്മിലുള്ള ബന്ധം അത്രത്തോളം അകൽച്ചയിലാണ് എന്നത് വ്യക്തമാക്കുന്നതായിരുന്നു ഇരുവരുടെയും ശരീരഭാഷ. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞതും ദേശീയഗാനം പാടിക്കഴിഞ്ഞതും ഗവർണർ ആദ്യം തന്നെ വേദി വിട്ടു. നേരത്തെ തന്നെ പുതിയ മന്ത്രിമാർക്കായി ചായ സൽക്കാരം ഒരുക്കിയിരുന്നു. മുഖ്യമന്ത്രി ഗവർണർ പോയതിന് പിന്നാലെ മുഖ്യമന്ത്രി ഈ വേദി വിട്ടു. ചായ സൽക്കാരത്തിൽ പോയില്ല. ചായ സൽക്കാരം ബഹിഷ്കരിച്ചു. മുഖ്യമന്ത്രി മാത്രമല്ല മറ്റു മന്ത്രിമാരും ബഹിഷ്കരിച്ചു. ആകെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത് പുതിയ 2 മന്ത്രിമാർ, KB ഗണേഷ് കുമാറും രാമേന്ദ്രൻ കടന്നപ്പള്ളിയും പിന്നെ വനം മന്ത്രി AK ശശീന്ദ്രനും ഇന്നത്തെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു. മറ്റ് ചില ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഏതായാലും മുഖ്യമന്ത്രിക്ക് പിന്നാലെ മറ്റു മന്ത്രിമാരും ഈ ഗവർണറോടുള്ള വിയോജിപ്പ്, അതൃപ്തി എല്ലാം പരസ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ വിട്ടുന്നത്. മുഖ്യമന്ത്രി നേരെ ക്ലിഫ് ഹൗസിലേക്കാണ് പോയത്. ഈ ചായ സൽക്കാരം നടക്കുന്ന രാജ്ഭവൻ അകത്തെ ഹാളിൽ ഗവർണർ ആദ്യ അവസാനം വരെ പങ്കെടുത്തു. ഈ പുതിയ മന്ത്രിമാർ ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത ശേഷം രണ്ടുപേരെയും നോക്കുമ്പോൾ, കാരണം 7 മിനിറ്റോളമായിരുന്നു ആ സമയദൈർഘ്യമുണ്ടായിരുന്നത്, അവിടെ ഒരു തരത്തിൽ പോലും മഞ്ഞുരുകലിന്റെ ഒരു ധ്വനിയും ഗവർണറുടെ മുഖത്തുനിന്നും ഉണ്ടായില്ല. അതേസമയം മുഖ്യമന്ത്രി അല്പമെങ്കിലും ഒന്ന് സൗമ്യനോടെ ഇരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാവമാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഗവർണർ കുറച്ചുകൂടി പോർമുഖം, അല്ലെങ്കിൽ ഒരു തരത്തിലും അയവില്ല, മഞ്ഞുരുകാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് കൃത്യമായൊരു സന്ദേശം സർക്കാരിന് മേൽ, അത് മുഖ്യമന്ത്രിക്ക് മുഖാമുഖം ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് തൊട്ടടുത്തിരുന്നു കൊണ്ട് അറിയിക്കുകയായിരുന്നു ഒരർത്ഥത്തിൽ ചെയ്തത്. ആരാദ്യം കണ്ട ഭാവം നടിക്കും എന്ന കാര്യത്തിൽ രണ്ടുപേർക്കും ഒരു തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് രണ്ടുപേരും അതിന് മുൻകൈ എടുക്കില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു എന്നത് വളരെ വ്യക്തമായിരുന്നു.